അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴം വെച്ചുകൊണ്ടുള്ളൊരു ഏത്തപ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏത്തപ്പഴ പുളിശ്ശേരിയാണിത്. ഈ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്ന വഴിയറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഏത്തപ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കണ്ടേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണ് കേട്ടോ ഈ ഏത്തപ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു സാമാന്യം വലിപ്പത്തിലുള്ള ഒരു ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 5-6 പച്ചമുളക് നെടുകെ കീറിയത് അത് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഏത്തപ്പഴമാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്കിഞ്ഞൊരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അതിൽ 2 കപ്പ് ഇടുമ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഏത്തപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏത്തപ്പഴം. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി, ആ ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴ പുളിശ്ശേരിയാണെങ്കിലും മാമ്പഴ പുളിശ്ശേരിയാണെങ്കിലും പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ആണെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് കുറിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ആ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. കറക്റ്റ് കുറുവലാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മണത്തിനും രുചിക്കും വേണ്ടി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും താഴെ കേട്ടോ. ഒരു പിഞ്ച് കായപ്പൊടി മതി. ഈ കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഏത്തപ്പഴ പുളിശ്ശേരിക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ശർക്കര അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇതിൻ്റെ തിളയൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കുറുകിയ തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് 1 കപ്പ് തൈരുണ്ടേ. ഇതൊരു മീഡിയം ലെവലിൽ പുളിപ്പുള്ള തൈരാണ് കേട്ടോ. വളരെയധികം പുളിപ്പുള്ളതല്ല. അപ്പോൾ ഈ തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. തിളപ്പിച്ചാൽ പിന്നെ പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം.
അടുത്തതായി ഇതിലേക്ക് ഒരു വറുക് താളിച്ചൊഴിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. നല്ല ടേസ്റ്റാണ് ആ വറുകും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അത് മുഴുവൻ ഉലുവയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉലുവയുടെ മണമൊക്കെ കറിയിലേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഒരു 7-8 ചെറിയ ഉള്ളി എന്തായാലും നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ഒരു ചെറിയ കളറായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒന്നിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത സമയത്ത് പെട്ടെന്ന് കരിയുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിയേ. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോയിൽ കിട്ടാത്തത്. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പുളിശ്ശേരി ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹൈലൈറ്റ്സായ വറുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഈ പുളിശ്ശേരിക്ക് വളരെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വറുക് താളിച്ചത് മൊത്തത്തിൽ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മണവും പുളിപ്പും എരിവും മധുരവും എല്ലാം ഒത്തിണങ്ങിയ ഒരു കിടിലൻ ഏത്തപ്പഴ പുളിശ്ശേരിയാണ്. ഇതുപോലുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ. വയറ് നിറയെ ചോറുണ്ണാം. നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇതുപോലുള്ള പുളിശ്ശേരി കൂട്ടി ചോറ് കൊടുത്താൽ അവർ വയറ് നിറയെ കഴിച്ചുകൊള്ളും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലൊരു പുളിശ്ശേരിക്ക് നിങ്ങളും ട്രൈ ചെയ്യൂ. വളരെ എളുപ്പമാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്